വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഈ വിഷുപ്പുലരിയിൽ ചേരുകയാണ്. ജെയ്സൺ ചാമുളപ്പിൽ, VS രഞ്ജിത്ത്, ആഷിൻ ഡിയാഗോ, SS ശരൺ, പ്രവീൺ പുരുഷോത്തമൻ, അഞ്ജന, അനിൽകുമാർ എന്നിവരാണ് ഈ വിഷുപ്രഭാതത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടേഴ്സ് അവരും എന്നെ പോലെ തന്നെ ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വിഷു നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്ത് വിഷു. ജെയ്സൺ ചാമുളപ്പിൽ, വിഷുപ്രഭാത ആശംസകൾ, വിഷു ആശംസകൾ. ഗുരുവായൂരിൽ തിരക്കെങ്ങനെയുണ്ട്? സുജിയ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വിഷു ആശംസകൾ. ഞാൻ വിഷു ആശംസ തരുന്നത് ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്നാണ്. പതിനായിരങ്ങളാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. നേരത്തെ വാർത്താ ബുള്ളറ്റിനിൽ പറഞ്ഞതുപോലെ തന്നെ ചില നിയമപരമായ തടസ്സങ്ങളുള്ളതുകൊണ്ടാണ് കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ക്ഷേത്രത്തിന് തൊട്ട് മുമ്പിൽ നിന്ന് നൽകാൻ കഴിയാതിരിക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് അനുമതിയില്ല. എങ്കിൽ പോലും നമുക്ക് പരമാവധി കഴിയാവുന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് രാവിലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രവും ഗുരുവായൂരപ്പനെയും അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ കണി കണ്ട് പുറത്തിറങ്ങുന്നവർക്കുള്ള ആ സന്തോഷം, അവരുടെ പ്രസാദം, അവരുടെ ആത്മീയമായ തേജസ് ഇതൊക്കെ പകർന്നു നൽകാൻ നാം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇന്ന് 2:45 കൂടിയാണ് വിഷുക്കണി ദർശനം ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത്. 1 മണിക്കൂറാണ് ദർശനം നീണ്ടു നിന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കീഴ്ശാന്തിമാരെല്ലാവരും നല്ല സുന്ദരമായ രീതിയിൽ, അതായത് ഒരു ഓട്ട് ഉരുളിയിൽ സ്വർണ്ണ നാണയവും അതുപോലെ തന്നെ വെഞ്ചാമര, ആലവട്ടം, വാൽക്കണ്ണാടി, പിന്നെ ചക്ക, മാങ്ങ, വെള്ളരി തുടങ്ങിയ എല്ലാ വിഭവസമൃദ്ധമായ ഒരു കണി ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. ഇന്ന് രാവിലെ മേൽശാന്തി ഉറക്കത്തിൽ നിന്ന് ഉണർന്നെണീറ്റ്, രാവിലെ എന്ന് പറയാൻ കഴിയില്ല, പുലർച്ചെ 2 മണിയോടുകൂടി ഉണർന്നെണീറ്റ് എല്ലാ ഒരുക്കങ്ങളും വീണ്ടും ഒന്ന് ശരിയാണോ എന്നൊക്കെ നോക്കി അതിനുശേഷം ആദ്യം മേൽശാന്തി കണി കാണുന്നു. അതിനുശേഷം ഈ കണിയുമായി ഭഗവാന്റെ സന്നിധിയിലേക്ക് ഭഗവാനെ കണി കാണിക്കുന്നു. അതിനുശേഷം ഭക്തർക്ക്, ആയിരക്കണക്കിന് ഭക്തരാണ് ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നു എന്നതാണ് ഏറ്റവും. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇത്രയേറെ തിരക്ക് തലേ ദിവസം പോലും ഉണ്ടാവില്ല. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ ഈ കണി ദർശനത്തിനായിട്ടുള്ള ആളുകളെ കൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര പരിസരം ആകെ നിറഞ്ഞിരുന്നു. ഇപ്പോഴും ആ കണി ദർശനം കഴിഞ്ഞെങ്കിൽ പോലും ക്ഷേത്ര ദർശനത്തിനായി എത്തി നിൽക്കുന്നവരുടെ നീണ്ട നിര ഒരു ഭാഗത്ത് നമുക്ക് കാണിക്കാൻ കഴിയും. 3-4 വരികളായിട്ടാണ് ഓരോ ഭാഗത്തും ആളുകൾ നിൽക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ വർഷത്തെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും മാറ്റി പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ, പുതിയ സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് കടക്കാൻ, സമ്പൽ സമൃദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് കടക്കാനായിട്ടുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ഭക്തർ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് അവരുടെ മുഖത്ത് നിന്ന് കാണാനാകും. എത്ര മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരും ക്ഷേത്ര ദർശനത്തിനായി ഉള്ളിൽ കടക്കാൻ എന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത്രയേറെ ആളുകളാണ് എത്തിച്ചേർന്നത്. എത്ര മണിക്കൂറുകൾ ക്യൂ നിന്നാൽ പോലും ഗുരുവായൂരപ്പനെ ഒന്ന് ദർശിച്ച ശേഷം ഒന്ന് വിഷുക്കണിയുടെ അത്രയേറെ വിശിഷ്ടമാണ്. വിഷു പുലരിയിൽ ഗുരുവായൂരപ്പനെ നേരിട്ടെത്തി കണി കാണുക, ഗുരുവായൂരപ്പനെ ദർശിച്ച് മടങ്ങുക, അതിനായിട്ടുള്ള ആ ഒരു ആത്മനിർവൃതിയോടെയുള്ള ഒരു മടക്കത്തിനായിട്ടാണ് അവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നത്. ജെയ്സൺ ചാവളപ്പിൽ, രാവിലെ കൈനീട്ടമൊക്കെ കിട്ടിയോ? കൈനീട്ടം വാങ്ങിക്കാൻ പറ്റിയില്ല. നേരത്തെ തന്നെ ഇവിടെയൊക്കെ എത്തി. ഇതിന് ശേഷമാണ് നമ്മൾ ഇനി ആളുകളുടെ അടുത്ത് കൈ നീട്ടി പോകാൻ പോകുന്നത്. നല്ല രീതിയിൽ ഇത്തവണ കൈനീട്ടം കിട്ടുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കാരണം ഗുരുവായൂരപ്പനെ കണി കണ്ട് അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ദർശിച്ച് പോയി കഴിഞ്ഞാൽ എന്തായാലും കിട്ടണമല്ലോ. കിട്ടുമെന്ന് പ്രതീക്ഷ കാലങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. 100% കിട്ടുമെന്ന്. ഗൂഗിൾ പേ ആണ് ഇപ്പം എല്ലാം. അതെ, ഇപ്പോൾ ഗൂഗിൾ പേയിലാണ് വരുമെന്ന് പ്രതീക്ഷ. കാരണം ഗൂഗിൾ പേ തകരാറുള്ളതുകൊണ്ട് ഇപ്പോൾ ആളുകൾ കയ്യിൽ കാശ് വെക്കുന്നുണ്ടെന്നാണ് പറയണത്. എന്തായാലും ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് പോകുമ്പോൾ അത് കിട്ടും എന്ന കാര്യത്തിൽ ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നും ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് ഇത്തവണയും വരും വർഷങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു ജീവിതവും അല്ലെങ്കിൽ നമുക്കൊരു സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്ന വിശ്വാസമാണല്ലോ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അത് ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്നൊരു വിശ്വാസത്തോടുകൂടി പോകുന്ന ഒരാൾക്ക് നിരാശപ്പെടേണ്ടി വരില്ലെന്ന് നിരവധി അനുഭവങ്ങൾ, നിരവധി ഭക്തർ അതുപോലെ പറയുന്നുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ ദിനംപ്രതി ഇവിടേക്ക് വരുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വന്നാൽ പോലും ആ ദർശനം പൂർത്തിയായ ശേഷം മാത്രമേ മടങ്ങൂ എന്ന് ഇപ്പം നമുക്ക് ഇടയ്ക്ക് ദൃശ്യങ്ങളിൽ കാണായിരുന്നു. ആംബുലൻസ് വരുന്നു. കാരണം നീണ്ട സമയം, ഒരുപാട് സമയം ഇരിക്കുമ്പോൾ പോലും പലർക്കും ശാരീരികമായ അവശതകളുണ്ട്. അവരെ കൊണ്ടുപോകാനായിട്ടുള്ള ആംബുലൻസ് ഇടയ്ക്കിടയ്ക്ക് ഈ വഴിക്ക് ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ശാരീരികമായ ക്ഷീണം ഒന്നും ആരെയും അലട്ടുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര നടയിലുള്ള കാഴ്ച. ഏതായാലും
വിഷു ഏറ്റവും ഗംഭീരമായി ആഘോഷിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഇടം അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി മാറുകയാണ് ഗുരുവായൂർ ക്ഷേത്രമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമുക്കെല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം വിശ്വാസികൾക്ക് കേട്ടോ, വിശ്വാസികൾക്കാണ് ഞാൻ പറയുന്നത്, വിശ്വാസികൾക്ക് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. സുജയ. ഓക്കെ, ജെയ്സൺ ചാവളപ്പിൽ അപ്പൊ ഗംഭീരമാവട്ടെ. ജെയ്സന് ഇനി ഇന്നത്തെ ദിവസമൊന്നല്ല, എല്ലാ ദിവസവും ജെയ്സന് ഗംഭീരമാണ്. ഇനി അങ്ങോട്ട് കൂടുതൽ ഗംഭീരമാവട്ടെ. കൂടുതൽ കാഴ്ചകൾക്കായി നമുക്ക് വീണ്ടും എത്താം ഗുരുവായൂരിലേക്ക്.